ഹലോ, അസ്സലാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജലീൽ പാലപ്പെട്ടി, അബുദാബി. പ്രിയപ്പെട്ടവരെ, എന്നെപ്പോലെയുള്ള ദീർഘകാലം ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പ്രവാസികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ, ഈ അടുത്ത ദിവസം ഞാൻ ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ്. അപ്പോൾ ഇലക്ട്രാ സ്ട്രീറ്റ് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. ഒരു കാര്യത്തിന് പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ ഒരു ആൾ വരുന്നുണ്ട്. പ്രായമായി, നടക്കാൻ ചൊവ്വിന് വയ്യ, കാലിങ്ങനെ വലിച്ചു വെച്ച് നടക്കാം. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഞാൻ ചെന്നു. എൻ്റെ ജില്ലക്കാരനാണ്, പേര് ഞാൻ മനഃപൂർവ്വം പറയുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു. ദീർഘകാലം അദ്ദേഹം അബുദാബിയിൽ ഒരു അറബി വീട്ടിൽ പാചകക്കാരനായിരുന്നു എന്നും കുറേ കാലമൊക്കെ നിന്നതിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചു പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാര്യമായ സമ്പാദ്യം ഒന്നും തന്നെ ഇല്ല. കിട്ടുന്ന ഈ തുച്ഛമായ ശമ്പളം എന്നെ പോലെ തന്നെ അദ്ദേഹവും കുടുംബത്തിന് അയച്ചു കൊടുക്കും. അപ്പോൾ മിച്ചമായി ഒന്നുമില്ല. പ്രായം അധികം കൊണ്ട് അദ്ദേഹത്തോട് വീട്ടുകാർ പോയിക്കോളാൻ പറഞ്ഞു, അറബി വീട്ടുകാർ പോയിക്കോളാൻ പറഞ്ഞു. അദ്ദേഹം തിരിച്ചുപോയി നാട്ടിൽ ചെന്നു. കുറച്ച് ദിവസം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഭാര്യയ്ക്കും മക്കൾക്കും എടുത്തതിനും പിടിച്ചതിനൊക്കെ കുറ്റം പറയാനേ നേരമുള്ളൂ. ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചതാ ഒരു മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണനയും കിട്ടാത്ത രീതിയിൽ തോന്നിയപ്പോൾ എങ്ങനെയെങ്കിലും ഒന്നുകൂടി വന്നു നോക്കാം, എന്തെങ്കിലും ജോലി കിട്ടും, അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ